അരിത്തമെറ്റിക് മീൻ ഓഫ് ദ കോമ്പോസിറ്റ് ഗ്രൂപ്പ്. കോമ്പോസിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ രണ്ടോ അതിലധികമോ ഒബ്സർവേഷൻസ് ഒക്കെ തരികയാണെങ്കിൽ അതിൻ്റെ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എക്സ് ബാർ 1 2 ഈസ് ഇക്വൽ ടു n1 x bar 1 plus n2 x bar 2 divided by n1 plus n2. അപ്പോൾ നിങ്ങളോട് പരീക്ഷയ്ക്ക് കമ്പൈൻഡ് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ കമ്പൈൻഡ് മീൻ അല്ലെങ്കിൽ കോമ്പോസിറ്റ് ഗ്രൂപ്പിൽ അരിത്തമെറ്റിക് മീൻ കാണാൻ ചോദിച്ചാൽ ഈ ഇക്വേഷൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. എക്സ് ബാർ 1 2 ഈസ് ഇക്വൽ ടു n1 x bar 1 plus n2 x bar 2 divided by n1 plus n2. ഇപ്പോൾ ഒരു ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ ബോയ്സും ഉണ്ട് ഗേൾസും ഉണ്ട്. അവരുടെ ആവറേജ് വെയിറ്റ് ഇതാണ്, ഗേൾസിൻ്റെ ആവറേജ് വെയിറ്റ് ഇതാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം ഒക്കെ തരുമ്പോൾ നമ്മൾ അതിൻ്റെ കമ്പൈൻഡ് മീൻ ഇവരുടെ രണ്ടുപേരുടെയും ഒരുമിച്ചിട്ടുള്ള ശരാശരി എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒരുമിച്ചുള്ള ആവറേജ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് ആണ് എക്സ് ബാർ 1 2 ഈസ് ഇക്വൽ ടു n1 പ്ലസ് എക്സ് ബാർ 1 2 എക്സ് ബാർ 1 പ്ലസ് n2 എക്സ് ബാർ 2 ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 എന്ന് പറയുന്ന ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാം. നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രോബ്ലം ഇവിടെ നോക്കാം. പ്രോബ്ലത്തിൽ എ ഫാക്ടറി ഹാസ് 3 ഷിഫ്റ്റ്. ഒരു ഫാക്ടറിയിൽ 3 ഷിഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഏതൊക്കെ എപ്പോഴൊക്കെയാ? മോർണിംഗ്, ഈവനിങ്, അതേപോലെ തന്നെ നൈറ്റ് എന്ന് പറയുന്ന 3 ഷിഫ്റ്റാണ്. ഇതിൽ മോർണിംഗിൽ 200 വർക്കേഴ്സും, then at the evening 150 വർക്കേഴ്സും, then the night 100 വർക്കേഴ്സും. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ ഇത്രയുമുള്ള പാർട്ടിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഒരു ഫാക്ടറിയിലെ മോർണിംഗ് ഷിഫ്റ്റിൽ എത്ര പേര്, n1ൽ 200 പേര്, ദെൻ ഈവനിങ്ങിൽ 150 പേര്, ദെൻ നൈറ്റിൽ 100 പേര് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഇത്രയും ഏരിയ നമ്മൾ ആ ഫാക്ടറിയിലെ വർക്കേഴ്സിൻ്റെ എണ്ണങ്ങളിലേക്ക് വന്നു. ഇനി ആ ഫാക്ടറിയിലുള്ള ഓരോരുത്തരുടെ മീൻ വേജ് അല്ലെങ്കിൽ മീൻ വേജ് അവിടെ കൊടുത്തിട്ടുണ്ട്. ദ മീൻ വേജ് ഓഫ് മോർണിംഗ് ഷിഫ്റ്റിലുള്ള ആൾക്കാരുടെ മീനിങ് വേജ് 200 ആണ്. ദെൻ ഈവനിങ് സെക്ഷനിലെ വർക്കേഴ്സിൻ്റെ മീൻ വേജ് എന്ന് പറയുന്നത് 180 ആണ്. ദെൻ തേർഡ് ഷിഫ്റ്റ് അവിടെ തന്നിട്ടില്ല. അതിന് പകരം 3 ഷിഫ്റ്റിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കമ്പൈൻഡ് മീൻ എന്നുള്ള രീതിയിൽ 160 തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രോബ്ലത്തിലേക്ക് നോക്കാം. ഇവിടെ എക്സ് ബാർ 1 200, എക്സ് ബാർ 2 180, എക്സ് ബാർ 3 തന്നിട്ടില്ല. അതാണ് നമ്മളിനി കണ്ടെത്തേണ്ടത്. ദെൻ എക്സ് ബാർ 1 2 3 ഈ 3 മോർണിംഗ്, നൈറ്റ്, അതേപോലെ തന്നെ മോർണിംഗ്, ഈവനിങ്, നൈറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും കമ്പൈൻഡ് മീൻ എത്രയുണ്ട്? 160 തന്നിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പ്രോബ്ലം ചെയ്യാം എന്നുള്ളതിലേക്ക് പോവാം. പ്രോബ്ലത്തിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാനതിൻ്റെ ആദ്യ ഭാഗത്തിലേക്കൊന്ന് വരികയാണ്. ഓക്കെ, ഇക്വേഷൻസ് നമ്മൾ എഴുതി. ആ ഇക്വേഷൻസ് എഴുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ n1 n2 എന്നുള്ള കാര്യങ്ങൾ എഴുതി. നമുക്ക് കണ്ടെത്തേണ്ടത് എന്താ? എക്സ് ബാർ 3 ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ഇക്വേഷൻ എഴുതി. 3 എണ്ണം ഉള്ളത് കൊണ്ട് ഇക്വേഷൻസിൽ ഒരെണ്ണം കൂടി n1 എക്സ് ബാർ 1 പ്ലസ് n2 എക്സ് ബാർ 2 പ്ലസ് n3 എക്സ് ബാർ 3 ദെൻ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 പ്ലസ് n3 എന്നുള്ള രീതിയിൽ കൊടുത്തു. ദെൻ n1 ഇൻറ്റു എക്സ് ബാർ 1 200 ഇൻറ്റു 200, n2 ഇൻറ്റു എക്സ് ബാർ 2 150 ഇൻറ്റു 180 തന്നിരിക്കുന്ന പ്രോബ്ലത്തിന് സംഖ്യകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്നുള്ളൂ. ദെൻ തേർഡ് 100 ഇൻറ്റു എക്സ് ബാർ 3 നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ആയതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഇട്ടു. ദെൻ 200 പ്ലസ് 150 പ്ലസ് 100 ഈസ് ഇക്വൽ ടു കമ്പൈൻഡ് മീൻ എന്നുള്ള രീതിയിൽ 160 എന്നുള്ള രൂപത്തിൽ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി അതിൻ്റെ നമ്മൾ ബാക്കി ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. 40,000 27,000 then 100 x bar 3 divided by ഈ n1 n2 n3 ഒക്കെ ആഡ് ചെയ്തപ്പോൾ 450 കിട്ടി. therefore that is equal to 160. അപ്പോൾ ആ 160നെ ഇനി ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യുന്നത് നോക്കാം. ഇത് രണ്ടും ആഡ് ചെയ്തു. 67,000 പ്ലസ് 100 എക്സ് ബാർ 3 ഈസ് ഇക്വൽ ടു 160. ഈ 450 അപ്പുറത്ത് ഇതിൻ്റെ ഇപ്പുറത്ത് മൾട്ടിപ്പിൾ ചെയ്യാനായിട്ട് വരും. therefore 160 ഇൻറ്റു
450 എന്നുള്ളത് എഴുതി. ദെൻ 67,000 പ്ലസ് 100 x bar 3 is equal to ഇത് രണ്ട് മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ 72,000 കിട്ടി. 72,000 കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ചെയ്യുന്നത് നോക്കാം. Therefore 100 x bar 3 is equal to 72,000 minus 67,000. അങ്ങോട്ട് ഇത് 67,000 അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസിലേക്ക് പോകും. Therefore we will get the answer 5,000. 5,000നെ x bar 3 മാത്രമായിട്ട് അവിടെ നിർത്തിയപ്പോൾ ഈ 100 ഇതിൻ്റെ അടിയിൽ ഡിവൈഡ് ചെയ്യാൻ വന്നു. Therefore x bar 3 is equal to 50 എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് കമ്പൈൻഡ് മീനും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് വരുന്നത് അരിത്മെറ്റിക് മീനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതിൻ്റെ ചില പ്രോപ്പർട്ടീസാണ്. ആ പ്രോപ്പർട്ടീസിൽ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോപ്പർട്ടീസ് ഇതിൽ കുറേ എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട 3 കാര്യങ്ങളാണുള്ളത്. അപ്പോൾ അത് ശരിക്ക് പഠിച്ചു വയ്ക്കുക. ഇത് ഈ ആദ്യത്തത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, എന്നാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Sum of the deviations of set of observations, say x1, x2, xn from their mean is equal to 0. Sum of the deviation from the observation, sum of the deviation of the set of observation is x1, x2, xn from their mean is equal to 0. ഇത് നമുക്ക് എങ്ങനെയാണെന്നുള്ളൊരു കണക്ക് ഞാൻ ചെയ്ത് പഠിപ്പിച്ചു തരാം. അതേപോലെ തന്നെ അരിത്മെറ്റിക് മീൻ ഡിപ്പെൻഡ് ഓൺ ബോത്ത് ചേഞ്ച് ഇൻ ഒറിജിൻ ആൻഡ് സ്കെയിൽ. ഇതിൻ്റെ ഒറിജിനും സ്കെയിലിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ദെൻ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഡീവിയേഷൻ ഓഫ് സെറ്റ് ഓഫ് ഒബ്സർവേഷൻ ഫ്രം എനി നമ്പർ സേ എ ഈസ് ലീസ്റ്റ് വെൻ എ ഈസ് എക്സ് ബാർ. അപ്പോൾ എ എക്സ് ബാർ ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും അതിൻ്റെ ലീസ്റ്റ് നമ്പർ എന്നുള്ള രീതിയിലേക്കുണ്ട്. നമുക്ക് ഈ രണ്ടെണ്ണത്തിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി വരിക സം ഓഫ് ദ ഡീവിയേഷൻ ഫ്രം ദ സെറ്റ് ഓഫ് ദ ഒബ്സർവേഷൻ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ അത് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു കണക്ക് ഇവിടെ പറഞ്ഞു തരികയാണ്. സപ്പോസ് എക്സ് ഈസ് ഈക്വൽ ടു 2, 5, 6 എന്ന് 6 and 4 എന്ന് പറയുന്ന ഒരു 4 നമ്പേഴ്സ് എടുത്തു. 4 അല്ല, ഞാൻ ഇവിടെ 7 പ്ലസ് 10 ദെൻ ഒരു 3യും കൂടി എടുത്ത് ഒരു 5 നമ്പേഴ്സ് എടുത്തു. കണക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു മോഡൽ എടുത്തുന്നുള്ളൂ. ഇനി ഇതിൻ്റെ എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ് ബാർ ഈസ് ഇക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്നതാണ്. സിഗ്മ എക്സ് ഈസ് ഇക്വൽ ടു ഇതിനെ ടോട്ടൽ ചെയ്യാം അല്ലേ, ഇൻഡിവിജ്വൽ സീരീസ് അല്ലെങ്കിൽ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയാണ്. അപ്പോൾ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ആകുമ്പോൾ ആഡ് ചെയ്യുക. 4 + 3 7, 7 + 6 13, 13 + 7 എത്ര വരുന്നു? 13 + 7 20 എന്നുള്ള രൂപത്തിലേക്ക് വരുന്നു. 20 എന്നല്ലേ വരുന്നത്? 7 + 10 17, 17 + 3 20 എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ഇനി നിങ്ങൾക്ക് എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാൻ എക്സ് ബാർ ഈസ് ഇക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 5 ഈസ് ഇക്വൽ ടു 4 എന്നുള്ളത് കിട്ടി. അപ്പോൾ ഇനി നമ്മുടെ ഇവിടെ പ്രോപ്പർട്ടി ഒന്ന് ശ്രദ്ധിക്കുക. പ്രോപ്പർട്ടി പറയണത് സം ഓഫ് ദ ഡീവിയേഷൻ ഫ്രം ദ ഒബ്സർവേഷൻസ് അല്ലേ, ഫ്രം ദ അരിത്മെറ്റിക് മീൻ ഈസ് ഓൾവേസ് 0. നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ നിന്ന് അതിൻ്റെ എക്സ് ബാർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എക്സ് മൈനസ് എക്സ് ബാർ സം ഓഫ് ദ ഡീവിയേഷൻ ഫ്രം ടേക്കൺ ഫ്രം അരിത്മെറ്റിക് മീൻ. അപ്പോൾ നമുക്കതിനൊരു സിംബലൈസ് ചെയ്യാം. ഞാൻ ആ പറഞ്ഞ തിയറിയെ ഒന്ന് സിംബലൈസ് ചെയ്യാം. സിഗ്മ സം ഓഫ് ദ ഡീവിയേഷൻ ഫ്രം എക്സ് ബാർ, സം ഓഫ് ദ ഡീവിയേഷൻ ഫ്രം എക്സ് ബാർ തന്നിരിക്കുന്ന എക്സും അതിൻ്റെ എക്സ് ബാറും തമ്മിലുള്ള ഡീവിയേഷൻ്റെ ടോട്ടൽ എല്ലായ്പ്പോഴും 0 ആണ് എന്നതാണ്. അപ്പോൾ അത് നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. അത് പ്രൂവ് ചെയ്യലാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഒരു വർക്കായിട്ട് വരിക. അപ്പോൾ ഇവിടെ എക്സ് ബാർ 4 ആണ്. അപ്പോൾ 2 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു -2, 5 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1, then 6 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2, then 4 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? 4 - 4 that is equal to 0, then 3 - 4 that is equal to -1.
അപ്പോൾ ഇത്രയും ഇത് കിട്ടി. ഇനി ഇത് നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. ഇതാണ് എക്സ് മൈനസ് എക്സ് ബാർ എന്നുള്ളത് കിട്ടിയത്. എക്സ് മൈനസ് എക്സ് ബാർ എത്ര കിട്ടി? -2 1 2 0 ആൻഡ് -1. ഇനി ഇത് ടോട്ടൽ ചെയ്യാണ്. മൈനസ് ഉള്ളത് വേറെ ടോട്ടൽ ചെയ്യാം. മൈനസ് ഉള്ളത് ടോട്ടൽ ചെയ്യുമ്പോൾ എന്ത് വരുന്നു? 3 വരുന്നു. ഇത് രണ്ടും ടോട്ടൽ ചെയ്താൽ -3, പ്ലസ് ഉള്ളത് ടോട്ടൽ ചെയ്താൽ +3. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. അപ്പോൾ നമ്മളോട് ചോദിച്ചത് സം ഓഫ് ദി ഡീവിയേഷൻ ഫ്രം അരിത്തമെറ്റിക് മീൻ ഓർ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അരിത്തമെറ്റിക് മീൻ ഈസ് ഓൾവേസ് 0 എന്നുള്ളത് പ്രൂവ് ചെയ്തു. അപ്പോൾ ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, റൈറ്റ് ദ പ്രോപ്പർട്ടീസ് റിലേറ്റഡ് ടു അരിത്തമെറ്റിക് മീൻ എന്നുള്ള രീതിയിലുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം? അതിനൊരു കണക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇഷ്ടത്തിലുള്ളൊരു മോഡലായിട്ടുള്ള ഒരു പ്രോബ്ലം എടുത്തിട്ട് ആ കണക്ക് എഴുതി അത് പ്രൂവ് ചെയ്ത് തെളിയിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അതോടെ നിങ്ങളുടെ ക്ലിയർ ആയി കഴിഞ്ഞു. ദെൻ അടുത്ത ഇത് വരുന്നത് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് അരിത്തമെറ്റിക് മീൻ ആണ്. ഈ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്ന ഏരിയയിൽ വളരെ നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ശ്രദ്ധിക്കുക, മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് അരിത്തമെറ്റിക് മീൻ. അപ്പോൾ അതിൽ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ നോക്കാം. ഇറ്റ്സ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ്. അരിത്തമെറ്റിക് മീനിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് ഈസി ആയിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈസി ആയിട്ട് അതെന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും പറ്റും. ദെൻ മേക്ക് യൂസ് ഓഫ് ഫുൾ ഓഫ് ഡാറ്റ. തന്നിരിക്കുന്ന ഡാറ്റ മുഴുവൻ ഓൾ ഒബ്സർവേഷനെയും അതെന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. അതൊരു പോസിറ്റീവ് സൈഡാണ്. ബേസ്ഡ് അപ്പോൺ ഓൾ ദ ഒബ്സർവേഷൻ അല്ലേ? ഇത് അരിത്തമെറ്റിക് മീൻ എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ബേസ്ഡ് അപ്പോൺ ദി ഓൾ ദ ഒബ്സർവേഷൻ. തന്നിരിക്കുന്ന എല്ലാ ഒബ്സർവേഷനെയും അത് കൺസിഡർ ചെയ്തിട്ടാണ് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ് അൺഡ്യൂലി ഇൻഫ്ലുവൻസ്ഡ് ബൈ എക്സ്ട്രീം വാല്യൂ. ചില സംഖ്യകൾ തരും. ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ അല്ലെങ്കിൽ പാരൻസിൻ്റെ ഓരോരുത്തരുടെ ഇൻകം മെഷർ ചെയ്യുന്നു. അപ്പോൾ എല്ലാവരുടെയൊക്കെ ഒരു ആവറേജ് ഒരു 50,000 എന്നുള്ള രീതിയിൽ പോവാണ്. സപ്പോസ് ഏതെങ്കിലും ഒരു ഭയങ്കര മില്യണയറിൻ്റെ ഒരു വിദ്യാർത്ഥി നിങ്ങളുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻകം എന്ന് പറയുന്നത് ചിലപ്പോൾ 2 കോടിയോ 3 കോടിയൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ ക്ലാസ് ടീച്ചറായിട്ടുള്ള ഷഹനാസ് മാഡം ഇതിൻ്റെ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ തന്നെ ക്ലാസ്സിൽ വന്നിട്ട് നിങ്ങളോട് കാൽക്കുലേറ്റ് ദ അരിത്തമെറ്റിക് മീൻ ഓഫ് യുവർ പാരൻസ് ഇൻകം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ ടോട്ടൽ ചെയ്യും. എല്ലാവരുടെയും വരുമാനം നിങ്ങൾ പറഞ്ഞു തരും, അത് ടോട്ടൽ ചെയ്യും. അപ്പോൾ അതിൽ ചില എക്സ്ട്രീം വാല്യൂ, ഇപ്പം വളരെ സാമ്പത്തികമായിട്ട് വളരെ മുൻതൂക്കം നിൽക്കുന്ന ഒരാളുടെ വാല്യൂ അതിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് എടുക്കുമ്പോൾ സാധാരണ ആവറേജിനേക്കാൾ സാധാരണ നമുക്ക് അയാളെ മാത്രം മാറ്റി നിർത്തിയിട്ട് ആവറേജും അയാളുടെ ആഡ് ചെയ്തിട്ടുള്ള ആവറേജ് നോക്കുമ്പോൾ ഭയങ്കര ഒരു വ്യത്യാസം ഇതിൽ കാണാം. അപ്പോൾ ഇവിടെ അൺഡ്യൂലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ എക്സ്ട്രീം വാല്യൂ. ഇപ്പോൾ എക്സ്ട്രീം വാല്യൂസ് ഇതിനുണ്ട്. ഇറ്റ് കനോട്ട് ബി കാൽക്കുലേറ്റഡ് ഫ്രം ദ ഡാറ്റ ഓപ്പൺ എൻഡ് ക്ലാസ്സസ് എക്സാം ബിലോ 10 ആൻഡ് എബോവ് 90. ഇപ്പോൾ ഓപ്പൺ എൻഡ് ക്ലാസ്സസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ, ഓപ്പൺ എൻഡ് ക്ലാസ്സസ് എന്ന് പറയുന്നത് ഞാൻ ഒന്ന് ഇവിടെ അത് മനസ്സിലാക്കി തരേണ്ടതുണ്ട്. ഓപ്പൺ എൻഡ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ സപ്പോസ് ബിലോ 10 പറഞ്ഞിട്ട് തന്നു. ഇങ്ങനെ എന്നിട്ട് 10 to 20, 20 to 30 എന്നൊക്കെ എഴുതിയിട്ട് എബോവ് 30. അപ്പോൾ ഇങ്ങനെ ഒരു കണക്ക് തന്നു. ആ കണക്ക് തന്നിട്ട് അതിൻ്റെ ഫ്രീക്വൻസീസ് ആയിട്ട് 2, 3 അല്ലെങ്കിൽ 4 ഇങ്ങനെ കുറച്ച് സംഖ്യകൾ തന്നു എന്ന് വിചാരിക്കാം. ഇതൊരു മോഡൽ എക്സാമ്പിൾ ആണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ്. ഇത്തരത്തിലുള്ള ക്ലാസ്സുകളാണ് ഓപ്പൺ എൻഡ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഈ ഓപ്പൺ എൻഡ് ക്ലാസ്സസ് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ഉണ്ട്. എന്താ റിസ്ക് എന്ന് വെച്ചാൽ, നമ്മൾ ഇതിൽ തന്നിരിക്കുന്ന ക്ലാസ്സുകളുടെ ബിലോ 10, നമുക്ക് ഇതിൻ്റെ ബിലോ 10 എന്ന് ഉദ്ദേശിച്ചത് 10ൻ്റെ ബിലോ മൈനസുള്ള നമ്പേഴ്സൊക്കെ വരാം. ദെൻ എബോവ് 30 എന്ന് പറയുന്നത് 30ക്ക് ശേഷം ഏത് നമ്പേഴ്സും ആവാം. അപ്പോൾ നമ്മളിതിൻ്റെ കൺവീനിയൻസ് കണക്ക് ചെയ്യാണ്ട ഒരു സൗകര്യപ്രദം എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കി 2 ക്ലാസ്സുകളുടെ ക്ലാസ് ഇൻ്റർവെൽ എന്താണെന്നുള്ളത് നോക്കുന്നു. ക്ലാസ് ഇൻ്റർവെല്ല് ഇവിടെ 10 ആയതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു ഇതിൻ്റെയും 10 ആണ് ഇതിൻ്റെയും 10 ആണ് എന്നുള്ളത് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ അസ്യൂം ചെയ്യുമ്പോൾ ബിലോ 10 എന്ന് ഉദ്ദേശിച്ചത് ഇവിടുന്ന് ബിലോ 10 ആകുമ്പോൾ ക്ലാസ് എന്തായിരുന്നു 0 to 10 എന്നുള്ള രീതിയിലേക്ക് മാറ്റി എഴുതാം. ദെൻ ഇതിൻ്റെ നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്യാണ്. അപ്പോൾ ആയതുകൊണ്ട് ഇത് അസംഷനാണ്.
എബോ 30 എന്ന് പറയുമ്പോൾ 30 എബോ 30 ഇതിൻ്റെ ഒരു കൺസിഡർ ചെയ്തെടുക്കുമ്പോൾ 40 എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ ഉപയോഗിച്ചിട്ടായിരിക്കും കണക്ക് ചെയ്യുക. അപ്പോൾ നമ്മളത് ഒരു ശരിയായിട്ടുള്ള രൂപമല്ല. എന്നിരുന്നാലും ഓപ്പണൻ്റ് ക്ലാസ്സസ് വരുമ്പോൾ ഇത് ഈ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ദെൻ ഇറ്റ് കനോട്ട് ബി ഒബ്റ്റെയിൻ എ സിംഗിൾ ഒബ്സർവേഷൻ ഈസ് മിസ്സിംഗ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഒബ്സർവേഷൻ മിസ്സിംഗ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ട് വയ്ക്കുന്നു. ദെൻ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഇഫ് വി ആർ ഡീലിംഗ് വിത്ത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് കനോട്ട് ബി മെഷേർഡ് ക്വാണ്ടിറ്റേറ്റീവ്. ഇൻ്റലിജൻസ്, ഹോണസ്റ്റി, ബ്യൂട്ടി, ക്രൂവാലിറ്റി, അതേപോലെ തന്നെ ഹോണസ്റ്റി, ഇതിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ഡാറ്റാസൊക്കെ തന്നു കഴിഞ്ഞാൽ അതിന് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏത് മെത്തേഡിൽ? അരിത്തമെറ്റിക് മീൻ മെത്തേഡിൽ നമുക്ക് ഈ ക്വാളിറ്റേറ്റീവ് ഡാറ്റാസ് തന്നു കഴിഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അടുത്ത ടോപ്പിക്ക് നിങ്ങൾക്ക് വരുന്നത് മീഡിയൻ ആണ്. മീഡിയൻ എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്നാൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളെ ഒന്ന് റിവൈൻഡ് ചെയ്യേണ്ടതുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് മീൻ, മീഡിയൻ, മോഡ്. അതിലെ അരിത്തമെറ്റിക് മീൻ പല ടൈപ്പ് സീരീസിലുള്ള നമ്മളൊന്ന് ചെയ്ത് പഠിച്ചു. എല്ലാവർക്കും അത് മനസ്സിലായെന്ന് തോന്നുന്നു. ലൈവിൽ നമ്മൾ വരുമ്പോൾ കൂടുതൽ 1-2 ഇൻഡിവിജ്വൽ സീരീസിൽ, ഡിസ്ക്രീറ്റ് സീരീസിൽ, കണ്ടിന്യൂസ് സീരീസിലുള്ള പ്രോബ്ലംസ് നമുക്ക് കൂടുതലായിട്ട് ചെയ്യാം. ദെൻ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ സെക്കൻഡ് പാർട്ടാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മീഡിയൻ എന്ന് പറയുന്നത്. മീഡിയൻ ഇറ്റ് ഈസ് എ പൊസിഷണൽ ആവറേജ്. മീഡിയൻ മിഡിലിൽ വരുന്ന ഒരു അർത്ഥം തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് എന്താ നോക്കാം. ദ മിഡിൽ മോസ്റ്റ് വാല്യൂ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ വിച്ച് ഡിവൈഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ടു ഈക്വൽ പാർട്സ്. തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിനെ അതിൻ്റെ ആ ഒബ്സർവേഷന് ഒരു അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ മാറ്റിയതിന് ശേഷം അല്ലേ, അറേഞ്ച് ദ ഡാറ്റ ഇൻ ടു അസെൻഡിങ് ഓർഡർ ഓർ ഡിസെൻഡിങ് ഓർഡർ, ദെൻ ഫൈൻഡ് ഔട്ട് ദ മിഡിൽ മോസ്റ്റ് ഐറ്റം. ദാറ്റ് മിഡിൽ മോസ്റ്റ് ഐറ്റം ഈസ് നോൺ ആസ് ദ മീഡിയൻ പോയിന്റ് ഓർ മീഡിയൻ പൊസിഷൻ. അപ്പോൾ മീഡിയൻ പൊസിഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് കിട്ടുന്നു. അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഐറ്റത്തിനെ നമ്മൾ 2 ഈക്വൽ പാർട്ടുകളാക്കി മാറ്റുന്നതാണ് ഏതെന്ന് പറയുന്നത് മീഡിയൻ എന്ന് പറയുന്നത്. വെനെവർ ദർ ആർ സം എക്സ്ട്രീം വാല്യൂസ് ഇൻ ദ ഡാറ്റ, കാൽക്കുലേഷൻ ഓഫ് എം ഈസ് നോട്ട് ഡിസൈറബിൾ. നമുക്ക് അരിത്തമെറ്റിക് മീനിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡീമെറിറ്റ് ആയിരുന്നു എന്താ, അതിൽ ചില എക്സ്ട്രീം വാല്യൂ, വളരെ വലിയൊരു തന്നിരിക്കുന്ന ഒബ്സർവേഷനിൽ ഏതെങ്കിലും ഒരു വാല്യൂ വലിയൊരു സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ അരിത്തമെറ്റിക് മീനിൻ്റെ കാൽക്കുലേഷൻ അത് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ആൻസർ നൽകണം എന്നല്ല, നമ്മുടെ ആ അതുവരെ ഉണ്ടായിട്ടുള്ള കാൽക്കുലേഷനെ തന്നെ അത് നെഗ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. ദെൻ ഫർദർ, whenever an exact value of some observations are not available, exact observations ഏതെങ്കിലും തന്നിട്ടില്ലെങ്കിലും നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇൻ ബോത്ത് സിറ്റുവേഷൻ, ഈ 2 സിറ്റുവേഷനിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ് ഏതെന്ന് പറയുന്നത് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പം മീഡിയൻ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ദെൻ the median divides the data into 2 parts such that the number of observation less than the median are equal to the number of observation more than it. അപ്പോൾ നമ്മളൊരു മീഡിയൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പോയിന്റിനെ ലെസ് ദാൻ ആയിട്ടും അതായത് മോർ ദാൻ ആയിട്ടും എന്തുണ്ടായിരിക്കും, ഒരു വാല്യൂസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഈ പ്രോപ്പർട്ടി പലപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആണ്. എവിടെ? ദിസ് പ്രോപ്പർട്ടി മേക്ക് മീഡിയൻ വെരി യൂസ്ഫുൾ മെഷർ വെൻ ദ ഡാറ്റ is skewed like income distribution among the person. നമുക്ക് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഹൗസ് ഹോൾഡിലെയും ദ മാർക്ക് ഒബ്റ്റൈൻഡ് ഇൻ ദ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ലൈക്ക് ദ അഡ്മിഷൻ ഓഫ് എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ മെഡിക്കൽ കോളേജ്. അപ്പം നമുക്ക് ഈ മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ അഡ്മിഷൻ നടത്തുന്നതൊക്കെ ഒരു പരിധി വരെ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്? മീഡിയൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചാണ്. അപ്പോൾ നമുക്ക് മീഡിയൻ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ ദ ഡാറ്റ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. തന്നിരിക്കുന്ന വാല്യൂസിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അതിനെ മാറ്റേണ്ടതുണ്ട്. നമുക്ക് ഇതിൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക? അതിൻ്റെ പ്രോബ്ലം ചെയ്യുന്നതിന് മുൻപ് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു മീഡിയൻ എന്ന് പറയുന്ന ഒരു വാല്യൂ എടുക്കുമ്പോൾ അതിന് ലെസ് ദാനും മോർ ദാനും ആയിട്ടുള്ളതുണ്ടായിരിക്കും. നമുക്കൊരു ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ അല്ലേ, how can we find out the median in a graphical method? Please listen the table.
you can see that when we draw the both ogives, ഏതൊക്കെ ഒജീവ് ആണുള്ളത്? ലെസ് ദാൻ അല്ലേ, ലെസ് ദാൻ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഈ ഒരു ഒജീവ്, ഇതാണ് ലെസ് ദാൻ ഒജീവ്. ദെൻ ഇതാണ് മോർ ദാൻ ഒജീവ് എന്ന് പറയുന്നത്. അപ്പോൾ ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും തമ്മിൽ വരയ്ക്കുമ്പോൾ ആ രണ്ട് ഒജീവ്സ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് മീഡിയൻ ആയിട്ട് വരുന്നത്. ആ മീഡിയൻ പോയിന്റിൽ നിന്ന് ഇതിൻ്റെ എക്സ് ആക്സിസിലേക്ക് നമ്മൾ ഇതിൻ്റെ ഡോട്ട് ലൈൻ വരച്ചിട്ട് അത് ഏതിലാണോ വരുന്നത് ആ വരുന്ന മേഖല എന്തായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു? മീഡിയൻ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ലെസ് ദാൻ ആൻഡ് മോർ ദാൻ ഒജീവ് വരച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മീഡിയൻ കണ്ടെത്താം. ദെൻ അടുത്തത് നമുക്ക് മീഡിയൻ ഇൻഡിവിജ്വൽ സീരീസ് അല്ലേ, അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ദ ഡാറ്റാസ് അറേഞ്ച്ഡ് ഇൻ ഏതൊക്കെ രീതിയിൽ അസെൻഡിങ് ഓർഡർ ഓർ ഡിസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റുക. ദെൻ സപ്പോസ് ദ നമ്പർ ഈസ് ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ അല്ലെ, ഓഡ് നമ്പറും രണ്ട് തരത്തിലുള്ള നമ്പേഴ്സ് ഉണ്ട് തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിൽ. ഓഡ് നമ്പർ ആയിട്ടോ ഈവൻ നമ്പർ, ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ n+1/2 ഐറ്റം. അത് ഒന്നുകൂടി ഞാൻ എഴുതാം. മീഡിയൻ ഈസ് ഇക്വൽ ടു n+1/2 ഐറ്റം എന്ന് പറയുന്ന ഇക്വേഷൻ. ഇത് സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാൻ കുഴപ്പമില്ല. സാധാരണ കോമൺ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉപയോഗിച്ചുള്ള സ്മോൾ ലെറ്റർ ആണ്, അത് തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ n+1/2 ഐറ്റം. എങ്ങനെയാണ് നമുക്ക് മീഡിയൻ ഇൻഡിവിജ്വൽ സീരീസ് ഓർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് ഒരു പ്രോബ്ലം നോക്കാം. സപ്പോസ് ദ നമ്പേഴ്സ് ആർ ഗിവൺ ഇൻ എ ഓഡ് നമ്പേഴ്സ് ആയിട്ട് തന്ന ഇവിടെ നോക്കാം. ദ വേജസ് ഓഫ് 7 വർക്കേഴ്സ് ആർ ഗിവൺ അല്ലേ, 7 വർക്കേഴ്സിൻ്റെ ഇതുണ്ട്. അപ്പോൾ ഇവിടെ 500, 550, 490, 450, 520, 400 ആൻഡ് 375. ഇതാണ് ഒരു ഫാക്ടറിയിൽ ദ വേജസ് ഓഫ് 7 വർക്കേഴ്സ് അല്ലേ. ഒരാഴ്ചയിൽ ഒരു ഫേമിലെ 7 ജോലിക്കാരുടെ വേജസ് നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വി അറേഞ്ച് ദ ഡാറ്റ ഇൻ ടു അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റുന്നു. എങ്ങനെ മാറ്റുന്നു? തന്നിരിക്കുന്നതിൽ ചെറിയ നമ്പർ അല്ലെ അസെൻഡിങ് ഓർഡറിൽ നമ്മൾ മാറ്റുന്നു. അസെൻഡിങ് ഓർഡറിൽ മാറ്റിയതിന് ശേഷം ദെൻ അപ്ലൈ ദ ഫോർമുല. വാട്ട് ഈസ് ദ ഫോർമുല? മീഡിയൻ ഈസ് ഈക്വൽ ടു n+1/2 ഐറ്റം. n എന്ന് ഉദ്ദേശിച്ചത് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഇതിൽ എത്ര നമ്പർ തന്നിട്ടുണ്ട്? നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ് n എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ n+1/2 ഐറ്റത്തിൽ n എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്ത് 7 കൊടുത്തു. അപ്പോൾ 7 നൽകുമ്പോൾ 7+1/2 ഐറ്റം ദാറ്റ് ഈസ് 8/2 is a 4th item. അപ്പോൾ 4th item, 4 അല്ല ആൻസർ, ദ 4th item ആണ് ആൻസർ. ശ്രദ്ധിക്കുക, പലപ്പോഴും കുട്ടികൾക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ദെൻ ദേ ഫൈൻഡ് ഔട്ട് ദ ആൻസർ ജസ്റ്റ് ലൈക്ക് ദിസ് 4. അതല്ല, 4 അല്ല വരുന്നത്, 4th item ആണ് ആൻസർ ആയിട്ട് എഴുതുന്നത്. സോ വി ഐഡൻറ്റിഫൈ ദ 4th item, ദ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് 4th. അപ്പോൾ ഇവിടെ മീഡിയൻ ഈസ് ഈക്വൽ ടു ദ 4th item. എളുപ്പമുള്ളതല്ലേ അല്ലേ? മീഡിയൻ വളരെ എളുപ്പമാണ്. വാട്ട് ഈസ് ദ പ്രൊസീജിയർ? സപ്പോസ് ദ സം ഒബ്സർവേഷൻസ് ആർ ഗിവൺ, then arrange the data into ascending order or descending order. Ascending order or descending order identify. Then identify that number is an that observations are even or odd. Odd ആണോ even ആണോ എന്നുള്ളത് കണ്ടെത്തുക. Then apply the formula n+1/2 item. n+1/2 item എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഒരു എത്രാമത്തെ ഐറ്റം എന്നുള്ള രീതിയിലുള്ള ആൻസർ കിട്ടും. Then identify that item from the ഒബ്സർവേഷൻസിൽ എന്ത് ചെയ്യുക? നമ്മൾ കണ്ടെത്തുക. ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ സപ്പോസ് ഇവിടെ നമ്മൾ കണ്ടെത്തിയത് ഓഡ് നമ്പേഴ്സ് ആയിട്ട് തരുമ്പോഴാണ്. ഇനി അടുത്തത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈവൺ നമ്പേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ തന്നു കഴിഞ്ഞാൽ, സപ്പോസ് ദ മീഡിയൻ ഇഫ് ദ നമ്പേഴ്സ് ആർ ഗിവൺ ഇൻ ഈവൺ നമ്പേഴ്സ് എന്നുള്ള രീതിയിലേക്ക് ഈവൺ ആയിട്ടുള്ള ഒബ്സർവേഷൻ ഈവൺ ആയിട്ട് തന്നു കഴിഞ്ഞാൽ നോക്കാം. അപ്പോൾ ഇവിടെ 245, 230, 265, 236, 220, 250 എന്നുള്ള രീതിയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ വി അറേഞ്ച് ദ ഡാറ്റ ഇൻ ടു ദ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റുമ്പോൾ 220, 230, 236, 245, 250, 265 എന്നുള്ള രീതിയിൽ അസെൻഡിങ് ഓർഡറിലേക്ക് എഴുതി. ദെൻ എഴുതിയതിന് ശേഷം ഐഡൻറ്റിഫൈ ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഇവിടെ എത്രയാണ്? ഈവൺ നമ്പറാണ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ എന്തായിരുന്നു? 7 ആയിരുന്നു. ഹിയർ ദ
നമ്പർ ഓഫ് ഒബ്സർവേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ആണ്. അത് ഈവൺ നമ്പറാണ്. അപ്പോൾ ഈവൺ നമ്പർ ആണെങ്കിലും കൂടി നമ്മൾ എന്ത് ചെയ്താൽ മതി, വേറെ പല ടെക്സ്റ്റ് ബുക്കിലും വ്യത്യസ്ത ഇക്വേഷൻസ് ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിക്കുക, സെയിം ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യുക. മീഡിയൻ ഈസ് ഈക്വൽ ടു n+1/2th ഐറ്റം എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഹിയർ therefore 6 + 1/2th ഐറ്റം ദാറ്റ് ഈസ് ഈക്വൽ ടു 7/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3.5th ഐറ്റം. 3.5th ഐറ്റം അല്ലേ, 3.5ാമത്തെ ഐറ്റം. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഒബ്സർവേഷനിൽ തേർഡ് പൊസിഷനിലും ഫോർത്ത് പൊസിഷനിലും വരുന്ന നമ്പറാണ്. തേർഡ് പൊസിഷനിലും ഫോർത്ത് പൊസിഷനിലും വരുന്നതിൻ്റെ 3.5 അതിൻ്റെ രണ്ടിലും നടുക്ക് വരുന്ന തേർഡിൻ്റെയും ഫോർത്തിൻ്റെയും നടുക്ക് വരുന്ന നമ്പറാണ്, അല്ലെങ്കിൽ മിഡിൽ മോസ്റ്റ് ഐറ്റമാണ് ഏത് വരുന്നത്, മീഡിയൻ. അപ്പോൾ നമ്മൾ മീഡിയൻ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ടു ഗെറ്റ് ദ മീഡിയൻ ദ സം ഓഫ് ദ തേർഡ് ഐറ്റം ആൻഡ് ഫോർത്ത് ഐറ്റം want to calculate അല്ലേ, we want to calculate the sum of the third item and fourth item. തന്നിരിക്കുന്നതിലെ third, identify the third item, first, second, third item, then identify the fourth item that is equal to 245, then find out the sum of the 236 and the 245 and divided by 2 അല്ലേ, find out the average of these two numbers. ഈ രണ്ട് നമ്പേഴ്സിൻ്റെ ആവറേജ് കാണുന്നു. എങ്ങനെയാണ് ആവറേജ് കാണുക, തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. 236 + 245 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 240 അല്ലേ. അപ്പോൾ നമുക്ക് 240 എന്നുള്ളത് കിട്ടും. ആ 240 തന്നെയാണ് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ മീഡിയൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത്ര ഒരു ഐറ്റം കിട്ടിക്കഴിഞ്ഞാൽ ആ ഐറ്റം അല്ല, ആ ഐറ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒബ്സർവേഷനാണ് മീഡിയൻ ആയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ആ ഒബ്സർവേഷൻ കിട്ടി, ഇത്രാമത്തെ ഐറ്റം എന്നുള്ള 3.5th ഐറ്റം എന്ന് പറയുന്ന ഒബ്സർവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഫൈൻഡ് ഔട്ട് ദ വിച്ച് പൊസിഷൻ അല്ലേ, ഫൈൻഡ് ദ ആവറേജ് ഓഫ് ദ പൊസിഷൻസ് ഓഫ് ദാറ്റ് നമ്പേഴ്സ്. ദെൻ തേർഡ് ആൻഡ് ഫോർത്ത് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ തേർഡ് ഫോർത്ത് കണ്ടെത്തിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ആൻസർ കണ്ടെത്തുക. അപ്പോൾ ഇതാണ് ഈവൺ നമ്പറും ഓഡ് നമ്പറിലും മീഡിയൻ കണ്ടെത്തേണ്ടതായിട്ടുള്ള ഇക്വേഷൻ. ഇനി സപ്പോസ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ തന്നെയാണ്. ഡിസ്ക്രീറ്റ് സീരീസിൽ ശരിക്കും ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസും ഒക്കെ നമ്മൾ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിലാണ്, ഗ്രൂപ്പ്ഡ് ഡാറ്റയിലാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ നമ്മൾ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ വരുന്ന ഒരു വിഭാഗം തന്നെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൽ വരുന്നത്. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസ് ആകുമ്പോൾ എന്തായിരിക്കും പ്രത്യേകത, ഡിസ്ക്രീറ്റ് സീരീസ് ആകുമ്പോൾ എക്സ് ആൻഡ് എഫ് ഈസ് ദ അല്ലേ, എക്സും എഫും ഇവിടെ തന്നിരിക്കും. എക്സ് ആൻഡ് എഫ് ആർ ഗിവൺ. Then first of all we arrange all this data into ascending or descending order. Ascending orderലോ descending orderലോ തന്നിരിക്കുന്ന ഡാറ്റയെ നമ്മൾ മാറ്റണം. അപ്പോൾ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് we take the frequency, corresponding frequency also. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണം. സപ്പോസ് ഇവിടെ 2 ഇതിൻ്റെ ഫ്രീക്വൻസി 1 എന്നുള്ളതാണ്. ദെൻ 3 തന്നിരിക്കുന്ന ഫ്രീക്വൻസി 2 ആണ്. ദെൻ വീണ്ടും 1 തന്നു, അതിൻ്റെ ഫ്രീക്വൻസി 2 ആണെങ്കിൽ നമ്മൾ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ, അസെൻഡിങ് ഓർഡറിൽ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ എക്സ് ആൻഡ് എഫ് ആർ ഗിവൺ, എക്സും എഫും തരികയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് 1 എടുക്കുമ്പോൾ ആ 1ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണം. ദെൻ സെക്കൻഡ് നമ്പർ, അസെൻഡിങ് ഓർഡറിൽ സെക്കൻഡ് നമ്പർ 2 ആണ്, അതിൻ്റെ ഫ്രീക്വൻസി 1, ദെൻ 3യുടെ 2 ആണ്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയതിന് ശേഷം ഇങ്ങനെയാണ് ഇതിനെ എന്ത് ചെയ്യേണ്ടത്, അറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ടത്. അസെൻഡിങ് ഓർഡറിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച്മെൻറ്റ് ചെയ്തതിന് ശേഷം അപ്ലൈ ഇക്വേഷൻ, വിച്ച് ഇക്വേഷൻ, n+1/2th ഐറ്റം എന്ന് പറയുന്ന ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ n എന്നുള്ളത് ഡിനോട്ട് ചെയ്തത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണെങ്കിൽ ഹിയർ ദ n ഡിനോട്ടഡ് ആസ് ദ സം ഓഫ് ദ ഫ്രീക്വൻസി, സം ഓഫ് ദ ഫ്രീക്വൻസി ആണ്. അപ്പോൾ n എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത് സം ഓഫ് ദ ഫ്രീക്വൻസി എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയെടുക്കാം. ദെൻ അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലം നമുക്ക് ഇത് ചെയ്യാം. ഇവിടെ ഒരു അൺഗ്രൂപ്പ്ഡ് നേരത്തെ ഇൻഡിവിജ്വൽ സീരീസിലുള്ള ഒരു പ്രോബ്ലം തന്നു, ഞാൻ ഓൾറെഡി പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇതേ മോഡലൊരു കണക്ക് തന്നിട്ടുണ്ട്. ആ കണക്കിൽ ഇവിടെ നമുക്ക് തേർഡ് അല്ലെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നതിൽ 10th ഐറ്റം ആൻഡ് 11th ഐറ്റം, ഇവിടെ മീഡിയൻ വാല്യൂസ് ആയിട്ട് വന്നത് 10th ഐറ്റം ആൻഡ് 11th ഐറ്റം ആണ്. അപ്പോൾ 10th ഐറ്റത്തിൻ്റെയും 11th ഐറ്റത്തിൻ്റെയും ആവറേജ് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഹിയർ ദ സൈസ് ഓഫ് ദ ഐറ്റംസ് ആർ ഗിവൺ ആൻഡ് ഇറ്റ്സ് ഫ്രീക്വൻസി ആൾസോ ഗിവൺ. അപ്പോൾ 3, 4, 5, 6,
6 എന്നുള്ള രീതിയിലാണ് തന്നിട്ടുള്ളത്. ഇത് ഓൾറെഡി ഈ കണക്ക് എന്ത് രൂപത്തിലാണ് കിടക്കുന്നത്? അസെൻഡിങ് ഓർഡറിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി ഇതിന് എന്ത് ചെയ്യേണ്ടത് ആവശ്യമില്ല, മാറ്റേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അപ്പോൾ തന്നിരിക്കുന്ന പ്രോബ്ലം അസെൻഡിങ് ഓർഡറിലാണോ ഡിസെൻഡിങ് ഓർഡറിലാണോ ഫസ്റ്റ് ഓഫ് ഓൾ അല്ലേ നിങ്ങളത് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തതിന് ശേഷം അസെൻഡിങ് ഓർഡറിലാണെന്നുണ്ടെങ്കിൽ വേറെ ഇനി അതിന് ചേഞ്ച് ചെയ്യേണ്ട. അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ആൾസോ ടേക്കിംഗ് ടു അറേഞ്ച് ഇൻ ടു അസെൻഡിങ് ഓർഡർ ഓർ ഡിസെൻഡിങ് ഓർഡർ. Therefore here the 3, 4, 5, 6, 6 and frequency are 2, 1, 3, 7, 4. Then find out the cumulative frequency. നമ്മുടെ മീഡിയൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് കുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്തിയതിന് ശേഷമാണ് ഡിസ്ക്രീറ്റ് സീരീസിൽ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിൽ കുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്തി. ദെൻ ഇവിടെയുള്ള ഫ്രീക്വൻസിയുടെ സമ്മ തന്നെയാണത് കിട്ടുക. Therefore we apply the equation median is equal to n plus 1 by 2th item എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. Here n is the sum of the frequency, then 17 plus 1 by 2 that is equal to 18 by 2, we get the 9th item. അപ്പോൾ ആ 9th item കിട്ടിക്കഴിഞ്ഞാൽ അത് സി എഫിൽ എവിടെ വരുന്നു എന്നുള്ളത് ചെക്ക് ചെയ്യുക. സി എഫിൽ അല്ലേ ഐഡന്റിഫൈ ദാറ്റ് 9th item. 9 എന്ന് പറയുന്ന ഐറ്റം ഇതിൽ വരുന്നു എന്നുള്ളത് നോക്കാം. ഇതിൽ വരില്ല, 6 ഉള്ളൂ. ഹിയർ ദ 13. അപ്പോൾ ഇതിൻ്റെ അല്ലേ ഇൻക്ലൂഡിങ് ആയിട്ട് വരുന്നു. അപ്പോൾ നമ്മൾ 13 അല്ല പിന്നെ അതിൻ്റെ ആൻസർ വരുന്നത്. അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് എന്ന് പറയുന്ന ഒബ്സർവേഷനിൽ വരുന്ന നമ്പർ ഏതാണോ ദാറ്റ് നമ്പർ ഈസ് എ മീഡിയൻ. അപ്പോൾ മീഡിയൻ ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, ഡിസ്ക്രീറ്റ് സീരീസിൽ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നോക്കാം. ഒബ്സർവേഷൻസ് ആൻഡ് ഇറ്റ്സ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊരു പ്രോബ്ലം ചെയ്യണം. ദെൻ ദ നെക്സ്റ്റ് വൺ, മീഡിയൻ ഇൻ കണ്ടിന്യൂസ് സീരീസ്. മീഡിയൻ കണ്ടിന്യൂസ് സീരീസിൽ നിങ്ങൾക്കറിയാം ഓൾറെഡി കണ്ടിന്യൂസ് സീരീസിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് അല്ലേ. ഹിയർ ദ ക്ലാസ് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50. Then frequency 3, 4, 2, 7 and 9. The sum of the frequency 24. നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും മീഡിയൻ കാണുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n plus 1 by 2th item ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ കണ്ടിന്യൂസ് സീരീസിൽ ആണെങ്കിൽ നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ ഇല്ല. നമ്മളിത് യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം n/2 ആണ് ഏറ്റവും ആദ്യം യൂസ് ചെയ്യുക. കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ കാണാൻ നമ്മൾ n plus 1 by 2th item എന്നതിന് പകരം n/2 ആണ് ഏറ്റവും ആദ്യം അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ n/2 n എന്ന് ഉദ്ദേശിച്ചത് സം ഓഫ് ദ ഫ്രീക്വൻസി ആണ്. സം ഓഫ് ദ ഫ്രീക്വൻസി. So sum of the frequency in this problem we can see that 25 is the sum of the frequency. Therefore for finding, first of all we find out the median class. Median class തന്നിരിക്കുന്ന n/2 ഉപയോഗിച്ചുകൊണ്ട് മീഡിയൻ ക്ലാസ് കണ്ടെത്തണം. ആ മീഡിയൻ ക്ലാസ് കണ്ടെത്താൻ ഫസ്റ്റ് ഓഫ് ഓൾ we apply the n/2, that is 25 divided by 2 is equal to 12.5. അപ്പോൾ 12.5 വരുമ്പോൾ തന്നിരിക്കുന്ന പ്രോബ്ലം എങ്ങനെയായിരുന്നു? ഇങ്ങനെ ക്ലാസ്സും അതേപോലെ തന്നെ ഫ്രീക്വൻസിയാണ്. ആ ഫ്രീക്വൻസിയുടെ കുമുലേറ്റീവ് ഫ്രീക്വൻസി ഇവിടെ തന്നിട്ടുണ്ട്. ആ കുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 12.5 അല്ലെങ്കിൽ 12.5 എന്ന് പറയുന്നത് ഏതിൽ വരുന്നു നോക്കാം. 9ൽ വരില്ല, ഇതിലാണ് വരിക അല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് മീഡിയൻ ക്ലാസ് എന്നുള്ള രൂപത്തിലേക്ക് വരുന്നത്. മീഡിയൻ ക്ലാസ് എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് വരുന്നത്. ആ മീഡിയൻ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ then the next equation for finding the median, that is equal to L1 plus n/2. here പ്ലസ് ഉള്ളത് ഇവിടെ ഇതിലേക്ക് വരണം. ഞാൻ എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് അവിടെ ഒന്ന് ഇതാക്കി വെക്കുക. പ്ലസ് വരുന്നത് ഇവിടെയാണ് വരിക. അപ്പോൾ മീഡിയൻ കാണാൻ L1 plus n/2 minus CF divided by F into C. C അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത് H എന്നുള്ള രീതിയിലാണ്. അപ്പോൾ H എന്നുള്ള രൂപത്തിൽ തന്നെ പഠിക്കാം. അപ്പോൾ ഇതെന്താണ് എന്നുള്ളതൊന്ന് പറയാം. നമ്മൾ മോഡൽ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ n/2 ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മോഡൽ ക്ലാസ് കിട്ടിക്കഴിഞ്ഞു. മോഡൽ ക്ലാസ് 12.5 കിട്ടി. ആ 12.5 കിട്ടിയപ്പോൾ മോഡൽ ക്ലാസ് കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് വാട്ട് ഈസ് L1? L1 എന്ന് പറയുന്നത് ഇതിലെ മോഡൽ ക്ലാസ്സിലെ ലോവർ ലിമിറ്റ് ആണ് 30. Then n/2 we already already
we find out that is the 12.5. Then CF means the cumulative frequency up to the preceding class. അതായത് നമ്മളിവിടെ തന്നിരിക്കുന്ന മോഡൽ ക്ലാസിൻ്റെ cumulative frequency എത്രയാണോ അതിൻ്റെ മുകളിൽ വരുന്ന നമ്പറാണ് നമ്മളിവിടെ CF ആയിട്ട് എടുക്കുന്നത്. Therefore CF is equal to 9. Then the F is the frequency of the model class. Frequency of the model class. നമുക്ക് ഇവിടെ മോഡൽ ക്ലാസ് എന്താ കിട്ടിയുള്ളത് 30 to 40. ആ 40 ഇതിൻ്റെ മോഡൽ ക്ലാസിൻ്റെ ഫ്രീക്വൻസി വന്നിട്ടുള്ള 7 ആണ് F എന്നുള്ള രീതിയിൽ വരുന്നത്. Therefore F is equal to 7. Then the last one that is equal to H. H ഇവിടെ തന്നിരിക്കുന്നത് എന്താ? The difference between lower limit and upper limit or the class interval that is known as the H. It's denoted as H. അപ്പോൾ ഇവിടെ ക്ലാസ് ഇന്റർവെൽ എത്രയാണ്? 10. So that we can find out the median with the help of this formula. Therefore L1 is equal to 30 plus n by 2 is equal to 12.5. Then CF is equal to 9. Then F is equal to 7 and the H is equal to 10. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 30 പ്ലസ് 12.5 മൈനസ് 9 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 10 എന്നുള്ള രീതിയിലേക്ക് കിട്ടി. ഇനി അത് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ വാല്യൂ കണ്ടെത്താം. 30 പ്ലസ് 12.5 നിന്ന് 9 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരുന്നത്? 2.5 ആണോ? സോറി 3.5 എന്ന് തോന്നുന്നു. 3.5 ഡിവൈഡ് ബൈ 7 ഇൻറ്റു 10 എന്നുള്ള രീതിയിലേക്ക് വരുന്നു. Therefore 30 plus 3.5 into 10 35 divided by 7 that is equal to we will get the answer 35. അപ്പോൾ 35 എന്നുള്ള ആൻസർ കിട്ടി. അപ്പോൾ കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ കാണണമെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ക്ലാസ് അതിൻ്റെ ഫ്രീക്വൻസി ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് കുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാം ദെൻ n/2 കണ്ടെത്തുക. n/2 കണ്ടെത്തുമ്പോൾ നമുക്ക് മോഡൽ ക്ലാസ് കണ്ടെത്താം. ആ മോഡൽ ക്ലാസ്സിൽ നിന്ന് L1 n/2 CF F ആൻഡ് H എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ അപ്ലൈ ദ ഫോർമുല L1 പ്ലസ് n/2 മൈനസ് CF ഡിവൈഡ് ബൈ F ഇൻറ്റു H എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഓൾമോസ്റ്റ് ഈ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ.